ഹലോ ഫ്രണ്ട്സ്, എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെറിയൊരു വ്ളോഗാണ് നിങ്ങൾക്ക് വേണ്ടി പ്രസൻറ്റ് ചെയ്യുന്നത്. നമ്മളിന്ന് ഊട്ടിക്ക് പോവാണ്. നമ്മുടെ 3 ഫ്രണ്ട്സ് മാത്രമേ ഉള്ളൂ. ഒരു അൺപ്ലാൻഡ് ആയിട്ട് ട്രിപ്പാണ്. ഒരു 10 മണിക്ക് ശേഷം നമ്മൾ എറണാകുളത്തു നിന്ന് ഇറങ്ങി നമ്മൾ പോകുന്ന വഴിയിലുള്ള കാഴ്ചകളൊക്കെയാണ് നിങ്ങളുടെ ഇടയ്ക്ക് കാണാൻ പോകുന്നത്. നമ്മൾ എവിടെയൊക്കെ പോയി, എന്തൊക്കെ കണ്ടു, എങ്ങനെയൊക്കെ ആയിരുന്നു നമ്മുടെ യാത്രകൾ. അപ്പോൾ ഇന്ന് പോകുന്ന വഴിക്ക് നല്ല ബ്ലോക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ഒരു 12 മണിയൊക്കെ ആയ സമയത്തും നല്ല ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ പാലക്കാട് എത്തിയിരിക്കുകയാണ് ഗൈസ്. നമ്മൾ കുതിരാൻ ടണൽ വഴി നമ്മൾ പാസ് ചെയ്യുന്ന ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ബാക്കി നമ്മുടെ കൂട്ടുകാരന്മാരൊക്കെ ഉറങ്ങി. അപ്പം ഞാൻ എന്തായാലും ഒരു ഡ്രൈവർക്ക് ഒരു കമ്പനി കൊടുക്കണില്ലെങ്കിൽ ഡ്രൈവർ ഉറങ്ങിപ്പോയാലോ എന്ന് വിചാരിച്ചിട്ട് ഉറങ്ങിയിട്ടില്ല. അപ്പം നമ്മൾ വഴിയോരത്ത് നിർത്തി. അപ്പോൾ വെളുപ്പിനെ 3:10 കഴിഞ്ഞിരുന്നു ഗൈസ്. പിന്നെ ചായയൊക്കെ കുടിച്ച് സ്നാക്സ് ഒക്കെ കഴിച്ച് നമ്മൾ ഫോട്ടോ ഒക്കെ എടുത്ത് നമ്മൾ വീണ്ടും യാത്ര തുടർന്നു. ഊട്ടിക്ക് 88 കിലോമീറ്റർ ആണുള്ളത്. നമ്മളൊരു 5:51 ആയപ്പോഴത്തേക്ക് ഈ മനോഹരമായ സ്ഥലത്ത് എത്തിയിട്ടുണ്ടായിരുന്നു. ഊട്ടിയിലേക്ക് പോകുന്ന ഒരു സ്ഥലമാണ്. സ്ഥലത്തിൻ്റെ പേര് എനിക്ക് അറിഞ്ഞുകൂടാ കറക്റ്റായിട്ട്. അപ്പോൾ നമ്മൾ ഇതുപോലെ മനോഹരമായ സീനറീസ് ഒക്കെ കണ്ടപ്പോൾ 2 ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് നിർത്തിയാണ്. ഇനിയും ഊട്ടിക്ക് 20 കിലോമീറ്ററും കൂടെ വരുന്നുണ്ട്. അങ്ങനെ ഒരു 7:15 കഴിഞ്ഞപ്പോൾ നമ്മൾ കൂണൂർ നീലഗിരി മൗണ്ടൻ റെയിൽവേയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ ദൃശ്യങ്ങളാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല അടിപൊളിയായിട്ടുള്ള പഴയ രീതിയിലുള്ള ഒരു ട്രെയിന്, റെയിൽവേ സ്റ്റേഷൻ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ വരുന്നത്. ഇത് ഇന്ത്യൻ റെയിൽവേയുടെ അണ്ടറിൽ തന്നെ വരുന്ന ഒരു റെയിൽവേ സ്റ്റേഷൻ തന്നെയാണ്. പക്ഷേ ഈ ട്രെയിനൊക്കെ വളരെ ചെറുതാണ്. ഈ ബോഗി കമ്പാർട്ട്മെൻ്റൊക്കെ വളരെ വളരെ സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഇരിക്കുകയാണ്. കാരണം ഈ ലെഗ് സ്പേസ് ഒന്നും വളരെ കുറവാണ്. അപ്പോൾ നമ്മൾ അവിടെ വെച്ച് 2-3 ഫോട്ടോസൊക്കെ ഗുണൂറിൽ വെച്ചിട്ട് ഒരു ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോൾ അതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പം മനോഹരമായ 2-3 ഫോട്ടോസും പിന്നെ ഇതിനകത്ത് യാത്രയിൽ നമ്മളിപ്പോൾ ചെയ്യുന്ന സമയത്ത് കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ നിങ്ങളെ കാണിക്കാൻ പോകുന്നുണ്ട്. അപ്പം ഇത് ഇൻറ്റീരിയർ ആണ്. നമ്മളിപ്പം ട്രെയിൻ യാത്ര ചെയ്യുന്നതിൻ്റെ ഇൻറ്റീരിയർ സൈഡാണ്. അപ്പം നമ്മൾ ചെറുതുപോലെ നമുക്ക് വളരെ സ്ലോയിലാണ് ഈ ട്രെയിൻ പോകുന്നത്. വളരെ സ്പീഡൊന്നുമില്ല. ചെറിയ കാടിലൂടെ ഉള്ളിലൂടെയുള്ള വഴികളൊക്കെയാണ്. നമുക്ക് 2 സൈഡിലും മരങ്ങളും പിന്നെ നല്ല മനോഹരമായ പ്രകൃതി ഭംഗിയായിട്ടുള്ള കാഴ്ചകളും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. ഞാൻ ശരിക്കും എക്സൈറ്റഡ് ആണ്. കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഊട്ടി വരുന്നത്. അങ്ങനെ നമ്മൾ ഉദകമണ്ഡലം സ്റ്റോപ്പിൽ എത്തിയിരിക്കുകയാണ് ഗൈസ്. നമ്മൾ ഒരു 7:45 തുടങ്ങിയ യാത്ര ഒരു 9 മണിയൊക്കെ ആയ സമയത്ത് നമ്മൾ ഊട്ടിയിൽ ഉദകമംഗലത്ത് എത്തിയിട്ടുണ്ടായിരുന്നു. അവിടെ നമ്മൾ ഫുഡും കാര്യങ്ങളൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങളൊക്കെ കഴിച്ചു. അവിടെ നമ്മൾ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. അതിനുശേഷം നമ്മൾ ഒരു ബോട്ടിങ്ങിനാണ് പോകുന്നത്. അപ്പോൾ ബോട്ടിങ്ങിന് പോകുന്നതിന് മുമ്പ് നമ്മുടെ ഇവിടെ ഈ ടിക്കറ്റ് സ്കാൻ ചെയ്ത് ടിക്കറ്റ് എടുക്കണം. ഒരാൾക്ക് 25 രൂപയാണ് വരുന്നത്. 4 പേര് 100 രൂപയാണ്. ഈ ഒരു പെഡൽ ബോട്ട് യാത്ര നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാം. 4 പേർക്ക് യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു പെഡൽ ബോട്ടിലൂടെയാണ് നമ്മളിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് ഗൈസ്. നമ്മളിപ്പോൾ നമ്മൾ മാറിയും തിരിഞ്ഞുമൊക്കെ ഇതുപോലെ ഈ ചവിട്ടി വേണം ഇത് മൂവ് ആവാൻ. ഇത് നമ്മൾ ചവിട്ടുന്നതനുസരിച്ച് ഡയറക്ഷനും കാര്യങ്ങളുമൊക്കെ നമ്മുടെ കൂട്ടുകാരൻ നിയന്ത്രിക്കുന്നുണ്ട്. ഒരു ചെറിയൊരു പെഡൽ നിങ്ങൾ നമ്മുടെ കൂട്ടുകാരൻ തിരിക്കുന്നത് കാണുന്നുണ്ടാവും. അതിലൂടെ നമുക്ക് ഡയറക്ഷനും കാര്യങ്ങളൊക്കെ തിരിക്കാം. പിന്നീട് നമ്മൾ ഒരു കുതിര സവാരി ചെയ്തു. ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കുതിരയുടെ മുകളിലായിട്ട് ഇങ്ങനെ ഒരു യാത്ര കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇത് ഒരു മസ്റ്റ് ട്രൈ എക്സ്പീരിയൻസ് ആണ്. നിങ്ങൾ ഇതുവരെ യാത്ര ചെയ്തിട്ടില്ലെങ്കിൽ ഇത് ഒരു ഉറപ്പായിട്ടും യാത്ര ചെയ്യണം. അടിപൊളിയായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു കുതിരയുടെ മുകളിലുള്ള ഒരു യാത്ര. അപ്പോൾ നിങ്ങൾ ഇതാ ഞാൻ യാത്ര ചെയ്യുന്ന ഒരു വീഡിയോ കാര്യങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ 4 പേര് യാത്ര ചെയ്തതിന് 1000 രൂപ മാത്രമേ ആയിട്ടുള്ളൂ. അങ്ങനെ നമ്മുടെ കൂട്ടുകാരൻ വാങ്ങിയ കണ്ണാടിയാണിത്. അപ്പം നമ്മളൊന്ന് വെച്ച് നോക്കി 2 ഫോട്ടോ ഒക്കെ എടുത്തു. അതിനുശേഷം നമ്മൾ ഒരു ബിരിയാണി കഴിക്കാനായിട്ടൊരു കടയിൽ കയറി ബിരിയാണിയൊക്കെ കഴിച്ചു. നമ്മളൊരു ഫോട്ടോ അതിൻ്റെ ഫ്രണ്ടിൽ വെച്ച് എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ കൂട്ടുകാരൻ ഇത് കുതിരയുടെ മുകളിൽ ഇരിക്കുന്ന ഫോട്ടോസ് കാര്യങ്ങളൊക്കെയാണ്. ഇപ്പോൾ നമ്മുടെ കൂട്ടുകാരന്മാരുടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. അപ്പോൾ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടുകാരെ സപ്പോർട്ട് ചെയ്യുക.